ഉണ്ടാക്കാൻ പോണത് ഒരു ചിക്കനാണ്, ചിക്കൻ മസാല. എന്നിട്ട് ചോറും കൂട്ടി പത്തിരിയും കൂട്ടി തിന്നാം. ഹലോ, അപ്പോൾ മോള് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇനി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നാലാണ് നമ്മളെ ചിക്കന് മസാലയൊക്കെ പിടിച്ച് നല്ല കറക്റ്റ് ഉപ്പും എരിവൊക്കെ കിട്ടുകയുള്ളൂ. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ അടുപ്പിലോട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ കറക്റ്റ് ടേസ്റ്റ് വെളിച്ചെണ്ണയാണ്. അതിനുശേഷം നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മളെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ, അതേപോലെ നന്നായിട്ട് വെന്തും വരുള്ളൂ. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് തന്നെ നമുക്കൊരു 5 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു ഭാഗം ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗം ഒരേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ്റെ ഓരോ പീസുകളും ഇതേപോലെ ഒന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ ബാക്കി വന്നിട്ടുള്ള എണ്ണയിൽ നിന്ന് നമുക്ക് അതിൻ്റെ അടിഭാഗത്തൊക്കെയുള്ള നമ്മൾ മസാലയുടെ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും മസാല ഉണ്ടാക്കുമ്പോൾ അതൊരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആദ്യം മാറ്റിയെടുക്കണം. വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ മാറ്റാം. ഞാൻ പക്ഷേ എണ്ണയൊന്നും മാറ്റുന്നില്ല, ഈ ഒരു സെയിം എണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ടേസ്റ്റും. ഇനി ഇതിലോട്ട് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായി ചതച്ചെടുത്തതാണിത്. അപ്പോൾ ഇതിന്ന് ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം. അപ്പോൾ ഈ പച്ചമണം പോയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഞാനൊരു 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിൽ ഉപ്പിടാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ നിങ്ങൾ വലിയ ഉള്ളിയാണെങ്കിൽ ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അതും കൂടെ 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു എരിവുള്ളൊരു ഡിഷാണ്, നമ്മൾ സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മല്ലിപ്പൊടിയും ചേർത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ ടൊമാറ്റോ സോസാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളടുത്ത് ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ഒരു തക്കാളി നന്നായി വേവിച്ചതിന് ശേഷം അതിലോട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂണോളം വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്താൽ മതി, പാകത്തിനുള്ള ഉപ്പും ചേർത്ത്. അതിനുശേഷം ഇതാ നമ്മൾ ഇതിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മസാലക്കൂട്ടിൽ ഈ ഒരു ചിക്കൻ പൊതിയുന്ന രീതിയിൽ നന്നായിട്ട് എല്ലായിടത്തും കവർ ചെയ്യുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിതാ ഇതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിലുള്ള റെസിപ്പീസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.